രോഗം മൂലം വായ്പ തിരിച്ചടവ് മുടങ്ങി. വീട് ജപ്തി ചെയ്തതോടെ അന്തിയുറങ്ങാൻ ഇടമില്ലാതെ നിസ്സഹായരായ ഒരു കുടുംബം. കാസർഗോഡ് പള്ളിക്കര മുണ്ടേമാടിലെ പത്മനാഭൻ ദേവി ദമ്പതികൾക്കാണ് ഈ ദുരവസ്ഥ. നീലേശ്വരം യൂണിയൻ ബാങ്ക് വീടും സ്ഥലവും ജപ്തി ചെയ്തതോടെ പെരുവഴിയിലായ കുടുംബം ദിവസങ്ങളായി അന്തിയുറങ്ങുന്നത് വീടിന്റെ പുറത്തെ വരാന്തയിലാണ്. വായ്പയ്ക്ക് ഈട് വീടാണെങ്കിൽ ജപ്തി നടപടികൾ ഒഴിവാക്കണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം കാറ്റിൽ പറത്തിയാണ് നീലേശ്വരം യൂണിയൻ ബാങ്കിന്റെ നടപടി. ബാങ്കിന്റെ ജപ്തി നടപടി നേരിട്ട കുടുംബം വീടിന് പുറത്തുള്ള പ്ലാസ്റ്റിക് ഷീറ്റിട്ട താൽക്കാലിക ഷെഡിലും വരാന്തയിലുമാണ് കഴിയുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ബാങ്ക് അധികൃതർ എത്തി രോഗബാധിതനായ പത്മനാഭനോടും ഭാര്യ ദേവിയോടും ഒഴിഞ്ഞുപോകണമെന്ന് ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയതായാണ് കുടുംബം പറയുന്നത്. പോകാൻ മറ്റൊരിടവുമില്ലെന്ന് ഇവർ പറയുന്നു. മകളുടെ വിവാഹ ആവശ്യത്തിനും വീടിന്റെ അറ്റകുറ്റപ്പണിക്കുമായാണ് 2016 പള്ളിക്കര മുണ്ടേമാടിലെ കുടുംബം 16 ലക്ഷം രൂപ വായ്പ എടുത്തത്. 13 ലക്ഷത്തോളം രൂപ തിരിച്ചടച്ചതായി കുടുംബം പറയുന്നു. വിദേശത്തായിരുന്ന മകൻ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചുവന്നതും പത്മനാഭൻ രോഗബാധിതനായതും പിന്നീട് തിരിച്ചടവിന് പ്രതിസന്ധിയായി. മുതലും പലിശയും ഉൾപ്പെടെ 25 ലക്ഷത്തോളം രൂപ കുടിശ്ശികയുള്ളതായാണ് ബാങ്കിന്റെ അറിയിപ്പ്. ഇത്രയും വലിയ തുക തിരിച്ചടയ്ക്കാൻ കഴിയാതെ നിസ്സഹായരായി കഴിയുകയാണ് കുടുംബം. 13 ലക്ഷം നമ്മൾ അടച്ചു. ഇപ്പൊ മോൻ ഗൾഫിലുണ്ടായിരുന്നു. അച്ഛനും മോനും കൂടിയിട്ടാണ് അടച്ചത്. അപ്പൊ ബാക്കി അച്ഛന് സുഖമില്ലാതായി, മോൻ ഗൾഫിൽ വന്നു, പ്രളയം, അങ്ങനെയാണ് ഈ അടവ് മുടങ്ങിയത്. അപ്പൊ നമുക്കൊരു രക്ഷയില്ല. ബാങ്ക് വന്നിട്ട് എപ്പം ഭീഷണിപ്പെടുത്തുന്നത്. 20 സെന്റ് സ്ഥലവും വീടുമാണ് യൂണിയൻ ബാങ്ക് ജപ്തി ചെയ്തിട്ടുള്ളത്. വാതിൽ സീൽ ചെയ്ത ബാങ്ക് അധികൃതർ വീടിനകത്തുണ്ടായിരുന്ന വസ്ത്രങ്ങളും മറ്റു വസ്തുക്കളും പുറത്ത് വലിച്ചെറിഞ്ഞതായും കുടുംബം ആരോപിക്കുന്നു. നിലവിലെ അവസ്ഥയിൽ പോകാൻ ഒരു ഇടമില്ലാതെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആദിയോടെ കഴിയുകയാണ് ഈ നിർധന കുടുംബം. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.